ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. മൊഡ്യൂൾ 3 ഡാറ്റ അനാലിസിസ് യൂസിങ് SPSS. ആഫ്റ്റർ ഡിഫൈനിങ് ദ വേരിയബിൾസ് ആൻഡ് എൻറ്ററിങ് ഡാറ്റ സെറ്റ് ഈസ് റെഡി ഫോർ ബേസിക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് അനാലിസിസ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണത്, അതുപോലെ ഡാറ്റ എൻറ്റർ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഡാറ്റ എൻറ്റർ ചെയ്തതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ മൊഡ്യൂളിൽ പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ബേസിക് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഡാറ്റേനെ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ഫോർമാറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അനാലിസിസ് നടത്തുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് ട്രാൻസ്ഫോർമേഷൻ, എന്താണ് അനാലിസിസ് എന്നാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് എങ്ങനെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം, അതിനുശേഷം എങ്ങനെ ഡാറ്റ എൻറ്റർ ചെയ്യാം എന്നാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ദ ഡാറ്റ ദാറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ SPSS മൈറ്റ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ഡയറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ബൈ യൂസർ. SPSSൽ എൻറ്റർ ചെയ്ത ഡാറ്റ ഒരിക്കലും നമുക്ക് എന്താണ് ഡയറക്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ് ബിഫോർ എനി അനാലിസിസ് ക്യാൻ ബി ഡൺ. അത് എന്ത് അനാലിസിസ് നടത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് മുമ്പ് അത് എന്താണ് ട്രാൻസ്ഫോം ചെയ്യണമെന്ന്, ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ എന്താണ് അത് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആദ്യം തന്നെ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ഡാറ്റ സെറ്റിലേക്ക് ഡാറ്റ എൻറ്റർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നടത്തണം, അതിനുശേഷമാണ് ഡാറ്റ അനാലിസിസ് വന്നത്. Data transformation. Data transformation is the process of converting data from one format or characteristics into another format or characteristics depend on the requirements. Data transformation എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡാറ്റേനെ ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടേഴ്സിൽ നിന്ന് വേറൊരു ക്യാരക്ടേഴ്സിലേക്ക് ആക്കാം. അപ്പോൾ അത് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുള്ളത് യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിരിക്കുന്നു. Using SPSS, the following data transformation can be performed. അപ്പോൾ SPSSൽ നമ്മൾ മെയിനായിട്ട് നടത്തുന്ന ബേസിക് ട്രാൻസ്ഫോർമേഷനൊക്കെയാണ് എന്താണ് കമ്പ്യൂട്ടിംഗ് ന്യൂ വേരിയബിൾസ്, റീകോഡിംഗ് വേരിയബിൾസ്, ഓട്ടോമാറ്റിക് റീകോഡ്, ദെൻ വിഷ്വൽ ബിന്നിങ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഡാറ്റേനെ ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് ആക്കുന്ന പ്രോസസ്സിനെയാണ്, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. SPSSൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ആണ് കമ്പ്യൂട്ടിംഗ് ന്യൂ വേരിയബിൾസ്, റീകോഡിംഗ് വേരിയബിൾസ്, ഓട്ടോമാറ്റിക് റീകോഡ്, വിഷ്വൽ ബിന്നിങ്. ഇനി എന്താണ് കമ്പ്യൂട്ടിംഗ് ന്യൂ വേരിയബിൾസ് എന്ന് നോക്കാം. As mentioned above, direct interpretation of data might not yield desired result. For example, the mark scored by 10 students for 5 subjects might not reveal any important pattern or information. അതായത് നേരത്തെ പറഞ്ഞ പോലെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഒരിക്കലും നമുക്ക്, അതായത് എൻട്രി ചെയ്ത ഡാറ്റയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു യൂസർക്ക് ഡയറക്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ആ ഡാറ്റ എക്സാമ്പിൾ ഒരു പറയുന്നുണ്ട്, 10 സ്റ്റുഡൻസിൻ്റെ 5 മാർക്കുകളാണ് നമ്മൾ എന്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ എൻറ്റർ ചെയ്ത് കൊടുത്തത്. അത് ഒരിക്കലും ആ ഒരു ഫയലിൽ നിന്ന് ആ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണില്ല. വെറുതെ 10 സ്റ്റുഡൻസിൻ്റെ 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് എഴുതി കൊടുത്താക്കണം, അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോ പാറ്റേണോ നമുക്ക് കിട്ടുന്നില്ല. ഇതിനകത്ത് ഇൻ ദിസ് റിഗാർഡ് ദ കമ്പ്യൂട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കമാൻഡ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ കമ്പോസിറ്റ് ഓർ കമ്പൈൻ സ്കോർസ് ഫോർ വേരിയബിൾ. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് കമ്പ്യൂട്ട്. അപ്പോൾ കമ്പ്യൂട്ട് എന്നുള്ളത് അടയാളപ്പെടുത്തട്ടെ. അത് എന്തിനാണ്? യൂസ്ഡ് ടു ഒബ്റ്റെയിൻ കമ്പോസിറ്റ് ഓർ കമ്പൈൻ സ്കോർസ് ഫോർ വേരിയബിൾ. അത് അണ്ടർലൈൻ ചെയ്യുക. ഈ കമ്പ്യൂട്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കമ്പൈൻഡ് സ്കോർസ് ഫോർ വേരിയബിൾ, അത് വേരിയബിളിൻ്റെ ഒരു കമ്പൈൻഡ് സ്കോർ, അത് അല്ലെങ്കിൽ ഒരു കമ്പോസിറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. This can be performed on the whole data in the files or selection of it according to the requirement. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കമാൻഡ് ഒന്നുകിൽ നമുക്ക് എന്താണ് മൊത്തം ഡാറ്റയിൽ അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ റിസൾട്ട്, കുറച്ച് പേരുടെ ഡാറ്റയിൽ, അതായത് ഇപ്പോൾ ഒരു 100 ഡാറ്റ ഉണ്ടെങ്കിൽ ഒന്നുകിൽ 10 പേരുടെ എന്താണ് 10 റെക്കോർഡിൽ നമുക്ക് അപ്ലൈ ചെയ്യുക കമ്പ്യൂട്ട് വേരിയബിൾ, അതല്ലെങ്കിൽ എന്താണ് മൊത്തം ഡാറ്റയിൽ നമുക്ക് ഈ കമ്പ്യൂട്ട് വേരിയബിൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും, അത് റിക്വയർമെൻറ്റിനനുസരിച്ച്.
SPSS has more than 70 built-in function to compute new variable based on the user requirements. SPSSൽ എന്താണ് 70ൽ കൂടുതൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട് ന്യൂ വേരിയബിൾ കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് അരിത്തമെറ്റിക് ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, distribution function, logical function, date and time function, missing value function, cross case function, string function. Using the data set that was prepared in the previous module, on examination result a new variable can be computed. For instance, to get the total of all marks, a new variable total marks can be created. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഡാറ്റ സെറ്റ് എന്നും പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 10 സ്റ്റുഡൻസിൻ്റെ 5 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് നമ്മൾ എൻ്റർ ചെയ്താക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പുതിയ വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പേരാണ് ടോട്ടൽ മാർക്സ്. അപ്പോൾ കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ മാർക്സ് ഈക്വൽ ടു അക്കൗണ്ടിങ് പ്ലസ് കോസ്റ്റിംഗ് പ്ലസ് ഇൻകം ടാക്സ് പ്ലസ് മാർക്കറ്റിംഗ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓരോ സബ്ജക്റ്റിൻ്റെ എന്താണ് മാർക്കിനെ പ്ലസ് ചെയ്ത് ആഡ് ചെയ്താലാണ് അതിൻ്റെ സമ്മാണ് ടോട്ടൽ മാർക്സ്. അപ്പോൾ നോക്കുക, ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താക്കണം. നോക്കിയാൽ ടോട്ടൽ _ മാർക്സ്, സ്പേസ് ഇടാൻ പാടില്ല വേരിയബിൾ ക്രിയേഷനിൽ. അപ്പോൾ സ്റ്റെപ്സ് ടു കമ്പ്യൂട്ട് ന്യൂ വേരിയബിൾ, ഒരു പുതിയ വേരിയബിൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ആണ് കൊടുത്താക്കുന്നത്. ഓപ്പൺ ദ ഡാറ്റ സെറ്റ് 1.sav, സെലക്ട് ട്രാൻസ്ഫോർമേഷൻ മെനു. അതായത് ഡാറ്റ സെറ്റ് 1.sav എന്നുള്ള ഇതാണ് നമ്മളുടെ ആ ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യാം. സെലക്ട് ദ ട്രാൻസ്ഫോം മെനു, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ മെനു എടുക്കുക. ക്ലിക്ക് ഓൺ ദ കമ്പ്യൂട്ട് ടു ഓപ്പൺ കമ്പ്യൂട്ട് വേരിയബിൾ ഡയലോഗ് ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യാം, അതായത് ട്രാൻസ്ഫോമിൽ നിന്ന് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ എന്താണ്, കമ്പ്യൂട്ട് വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഇതിൻ്റെ ടാർഗറ്റ് വേരിയബിൾ ബോക്സ്, ഒരു ടാർഗറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അതായത് നമുക്ക് ഫിഗർ 1 ആ സെയിം പേജിൽ തന്നെ താഴെ കാണാം. അവിടെ നമ്മൾ എന്താക്കുക, എൻ്റർ ദ അപ്രോപ്രിയേറ്റ് നെയിം, ആ വേരിയബിളിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് പുതിയ വേരിയബിളിൻ്റെ. അപ്പോൾ എന്താണ്, ടോട്ടൽ _ മാർക്ക് എന്ന് തന്നെ കൊടുക്കണം. സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല, കാരണം ഒരു പുതിയ വേരിയബിളിൻ്റെ പേരാണ്. ക്ലിക്ക് ഓൺ ടൈപ്പ് ആൻഡ് ലേബൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ആൻഡ് ലേബൽ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നോക്കിയാൽ അതിൻ്റെ തൊട്ട് താഴെ പിക്ചറിൽ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ്, ഗീവ് ദ ലേബൽ ആസ് ടോട്ടൽ മാർക്സ്. അതിൻ്റെ എന്താണ് ലേബൽ, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്താണ്, സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് വെറുതെ എന്താണ്, ആ പേര് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു. ആൻഡ് ടൈപ്പ് ആസ് ന്യൂമറിക്. ക്ലിക്ക് കണ്ടിന്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂമറിക് ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, ന്യൂമറിക് ആണ്. ദെൻ അതിനുശേഷം എന്താണ്, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ദ ഫസ്റ്റ് വേരിയബിൾ ഫ്രം ദ വേരിയബിൾ ലിസ്റ്റ് ബോക്സ്, എക്സാമ്പിൾ അക്കൗണ്ടിങ്, ആൻഡ് മൂവ് ഇൻ ടു ദ ന്യൂമറിക് എക്സ്പ്രഷൻ. അതായത് അതിനകത്ത് നിന്ന് വേരിയബിൾ ലിസ്റ്റ് ബോക്സിൽ നിന്ന് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് എടുക്കുക. എന്നിട്ടത് അത് മൂവ് ചെയ്യുക, എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, അതും പിക്ചറിൽ നോക്കിയാലേ അറിയാം. ന്യൂമറിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിനകത്തേക്ക് മൂവ് ചെയ്യുക. അതായത് റൈറ്റ് സൈഡിലുള്ള ആ ബോക്സിലേക്ക് മൂവ് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ ദ പ്ലസ് ബട്ടൺ. അപ്പോൾ എന്ത് ചെയ്തു, അതായത് ഓരോ സബ്ജക്റ്റും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്താണ് മൂവ് ചെയ്ത് അതായത് ഫസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മൂവ് ചെയ്തു. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് സബ്ജക്റ്റായ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ആ ആരോ ബട്ടൺ വെച്ചിട്ട് മൂവ് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ആ എല്ലാ സബ്ജക്റ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്ലസ് ഇട്ട് നമ്മൾ പോവുകയാണ്. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 ടു മൂവ് കോസ്റ്റിംഗ്, ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ദ ന്യൂമറിക് എക്സ്പ്രഷൻ ബോക്സിൽ 5-6 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് എന്താണ്, മൂവ് ചെയ്യുക, പ്ലസ് ചെയ്യുക, അങ്ങനെ ഓരോ സബ്ജക്റ്റ് മൂവ് ചെയ്ത് കൊടുക്കാമെന്ന്. ക്ലിക്ക് ഓക്കെ. അവസാനം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. The variable that was defined, total marks, will be created and it will be listed in the variable view. അതായത് ഇപ്പോൾ നമ്മൾ വേരിയബിൾ വ്യൂ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, 10ാമത്തെ വേരിയബിളായിട്ട്, അതായത് ഫിഗർ 2 കാണിച്ചിട്ടുണ്ട്. 10ാമത്തെ വേരിയബിളായിട്ട് ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയബിൾ വന്നിട്ടുണ്ട്. ഡാറ്റ വ്യൂ വിൽ ഹാവ് ദ സം ടോട്ടൽ ഓഫ് ഓൾ സബ്ജക്റ്റ് വാസ് ഡിഫൈൻ ഇൻ ദ കമ്പ്യൂട്ട് കമാൻഡ്. അപ്പോൾ നോക്കി, ഡാറ്റ വ്യൂ വിൻഡോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഉണ്ടാവും എന്താണ്, ഏറ്റവും റൈറ്റ് സൈഡിലെ കോളായിട്ട് ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് വന്നിട്ടുണ്ട്. അതിനകത്ത് താഴെ എന്തായിരിക്കും വന്നാക്കുന്നത്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈ 5 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്കുകൾ ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ മാർക്കിൻ്റെ താഴെ വന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ട് പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്ത്, ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓരോ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്സ് ഓരോ സ്റ്റുഡൻസിൻ്റെയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് എന്താണ്, ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മെത്തേഡായ കമ്പ്യൂട്ട് ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞ മെത്തേഡാണ്.
ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് കമ്പ്യൂട്ട് ന്യൂ വേരിയബിൾ ബേസ്ഡ് ഓൺ സെർട്ടൻ. അപ്പോൾ അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പുതിയ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ സം ഇൻസ്റ്റൻസസ് ഇറ്റ് മേ ബി റിക്വയർ ടു കമ്പ്യൂട്ട് ന്യൂ വേരിയബിൾ ബേസ്ഡ് ഓൺ സെർട്ടൻ കണ്ടീഷൻ. For example, the user may wish to find the total marks of all students who study for more than 10 hours a week. To make this clear, using dataset.sav, a new variable is added, study hours, which is defined as the number of hours a student spends in studying. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പുതിയ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, അതായത് അപ്പോൾ ഒരു പറഞ്ഞാക്കണമെന്ന് വെച്ചാൽ ടോട്ടൽ മാർക്സ് നമുക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെയും ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ആഴ്ചയിൽ 10 മണിക്കൂറിൽ കൂടുതലോ സ്റ്റഡി ടൈം ഉള്ള കുട്ടികളുടെ അത്രയും 10 മണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ 10 മണിക്കൂറെങ്കിലും പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റഡി അവർ 10 കൂടുതലോ ആയ കുട്ടികളുടെ മാത്രം ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതാണ് കണ്ടീഷൻ. അപ്പോൾ അതിനാദ്യം നമ്മൾ സ്റ്റഡി അവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞാക്കുന്നത് എന്താണ്, ടു മേക്ക് ദിസ് ക്ലിയർ യൂസിങ് ഡാറ്റാ സെറ്റ് ന്യൂ വേരിയബിൾ ഈസ് ആഡഡ്, പുതിയൊരു വേരിയബിൾ ആഡ് ചെയ്തു സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞു. The new variable is defined in variable view and the hours of study in each student is given. അപ്പോൾ നമ്മൾ എന്താണ് പുതിയ വേരിയബിൾ സ്റ്റഡി അവർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ എന്താണ് അവിടെ കൊടുത്തു, പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ കുട്ടികളുടെയും സ്റ്റഡി അവേഴ്സ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് ആദ്യത്തെ കുട്ടിയുടെ 12, 8, 11, 13 നമുക്ക് ഇഷ്ടമുള്ള, അതായത് 10 കൂടുതലും 10 കുറവും 10 നമുക്ക് ഇഷ്ടമുള്ള എന്താണ് സ്റ്റഡി അവേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടു എക്സിക്യൂട്ട് ദിസ് a slightly different method is adopted. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സെലക്ട് ദ ട്രാൻസ്ഫോം മെനു, ക്ലിക്ക് ഓൺ കമ്പ്യൂട്ട് ടു ഓപ്പൺ ദ കമ്പ്യൂട്ട് വേരിയബിൾ ഡയലോഗ് ബോക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ മെനു ആദ്യം നമ്മൾ സെലക്ട് ചെയ്തു, ദെൻ കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ എന്ത് വരും, കമ്പ്യൂട്ട് ഡയലോഗ് ബോക്സ് വരും. If any values or settings remain from the previous steps, it can be clear using reset button. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ റിമെയിൻ ചെയ്യുന്നത് ക്ലിയർ ബട്ടൺ, അതായത് റീസെറ്റ് ബട്ടൺ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന്. In the target variable box, enter an appropriate name total marks. അപ്പോൾ ഇവിടെ എന്താണ് ടാർഗറ്റ് വേരിയബിൾ ബോക്സ് ഉണ്ടാകും, അവിടെ നമ്മൾ ടോട്ടൽ _മാർക്ക് എന്ന് എഴുതി കൊടുക്കും. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ട്രാൻസ്ഫോമിന് എടുക്കുക, ട്രാൻസ്ഫോമിലെ കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ കമ്പ്യൂട്ട് വേരിയബിൾ ഡയലോഗ് ബോക്സ് വരും. അതിനുശേഷം എന്താണ് ടാർഗറ്റ് വേരിയബിൾ ബോക്സ് എടുത്തിട്ട് അവിടെ ടോട്ടൽ മാർക്സ് പറഞ്ഞ് എഴുതി കൊടുക്കാം. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈപ്പ് ആൻഡ് ലേബൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ടോട്ടൽ മാർക്സ് എന്ന് സ്പേസ് ഒക്കെ ഇട്ട് എഴുതി കൊടുക്കുക. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ന്യൂമറിക് ആക്കുക, ക്ലിക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ദ ഫസ്റ്റ് വേരിയബിൾ ഫ്രം ദ വേരിയബിൾ ലിസ്റ്റ്, അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേരിയബിൾ സെലക്ട് ചെയ്യുക. മൂവ് ടു ദ ന്യൂമറിക് എക്സ്പ്രഷൻ, റൈറ്റ് സൈഡിലുള്ള ന്യൂമറിക് എക്സ്പ്രഷൻ ബോക്സിലേക്ക് അത് മൂവ് ചെയ്യുക. ക്ലിക്ക് ദ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈ 5-6 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ഓരോ സബ്ജക്റ്റും നമ്മൾ പ്ലസ് ഇട്ട് മൂവ് ചെയ്ത് കൊടുക്കുക ന്യൂമറിക് എക്സ്പ്രഷൻ ബോക്സിലേക്ക്. ക്ലിക്ക് ഓൺ ദ ഇഫ് ബട്ടൺ ടു ഓപ്പൺ കമ്പ്യൂട്ട് വേരിയബിൾ ഇഫ് കേസ് സബ് ഡയലോഗ് ബോക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും, കമ്പ്യൂട്ട് വേരിയബിൾ ഇഫ് കേസ് എന്നുള്ള ഒരു സബ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. നോക്കാം, അതാണ് ഫിഗർ 5 കാണിച്ചാക്കുന്നത്. എന്താണ്, അതായത് കമ്പ്യൂട്ട് വേരിയബിൾ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ വിൻഡോ ആണ് കാണിച്ചാക്കുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ദി ഇൻക്ലൂഡ് ഇഫ് കേസസ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. ക്ലിക്ക് ഓൺ ദ ഇൻക്ലൂഡ് ഇഫ് കേസ് സാറ്റിസ്ഫൈ കണ്ടീഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ഇഫ് കേസസ് സാറ്റിസ്ഫൈ കണ്ടീഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് അവേഴ്സ് ഓഫ് സ്റ്റഡി ഇൻ ടു ദ വേരിയബിൾ ബോക്സ്. അപ്പോൾ നോക്കിയേ, എന്നിട്ട് നമ്മൾ ഏത് വേരിയബിൾ മാത്രമാണ് നമ്മൾ ആ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്, അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നുള്ള ആ വേരിയബിൾ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ദ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. 10 നമ്മൾ ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദ ഔട്ട്പുട്ട് ഈസ് ഗിവൻ ബിലോ. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കുക. നോട്ട് ദാറ്റ് ദ ടോട്ടൽ മാർക്സ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ഓൺലി ഫോർ ദ കേസ് വിച്ച് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഗിവൻ സ്റ്റഡി അവേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ നോക്കുക, ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്താക്കുന്നത് സ്റ്റഡി അവേഴ്സ് 10 അതിൽ കൂടുതലോ ഉള്ള സ്റ്റുഡൻസിൻ്റെ മാത്രമാണ്.
ആൻഡ് ഓൾ കേസസ് വേർ ദ സ്റ്റഡി അവേഴ്സ് വെയർ ലെസ് ദാൻ 10 വെയർ എക്സ്ക്ലൂഡഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതായത് 10 മണിക്കൂറിൽ താഴെ സ്റ്റഡി അവേഴ്സ് ഉള്ള എന്താണ് കുട്ടികളുടെ ആരുടെയും അവരെ എല്ലാവരും എന്താണ് ഈ കണ്ടീഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്താക്കിയിടുന്നു. പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ആദ്യത്തേന് എന്താണ് ടോട്ടൽ മാർക്സ് 410, രണ്ടാമത്തെ കുട്ടിയുടെ എന്താണ് സ്റ്റഡി അവേഴ്സ് 8 ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ 11 ആണ്, അപ്പോൾ ടോട്ടൽ മാർക്ക് 423 ആണ്. അപ്പോൾ ദെൻ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാകും ഇത് സ്റ്റഡി അവേഴ്സ് 10 അതിൽ കൂടുതലോ ഉള്ള സ്റ്റുഡൻസിൻ്റെ മാത്രമേ എന്താണ് ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെർട്ടൈൻ കണ്ടീഷൻ്റെ ബേസിലാണ് നമ്മൾ എന്താണ് പുതിയ വേരിയബിൾ വെച്ചിട്ട് കാൽക്കുലേഷൻ നടത്തിയത്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്തത്, ഒരു സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് സ്റ്റഡി അവേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ട്രാൻസ്ഫോമിൽ കമ്പ്യൂട്ട് എന്ന ഓപ്ഷൻ എടുത്തു. കമ്പ്യൂട്ട് വേരിയബിൾ ഡയലോഗ് ബോക്സ് വരും. എന്നിട്ട് നേരത്തെ ചെയ്ത സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റും നമ്മൾ പ്ലസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ട് വേരിയബിൾ ഇഫ് കേസ് സബ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു ഇൻക്ലൂഡ് ഇഫ് കേസ് സാറ്റിസ്ഫൈ കണ്ടീഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആ വേരിയബിൾ മാത്രം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചിട്ട് അവിടെ നമ്മളൊരു കണ്ടീഷൻ എഴുതി കൊടുക്കുകയാണ്. എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 10 പറഞ്ഞൊരു കണ്ടീഷൻ എഴുതി കൊടുത്തിട്ട് കണ്ടിന്യൂ ഓക്കെ കൊടുത്താൽ സ്റ്റഡി അവേഴ്സ് 10 അതിൽ കൂടുതലോ ഉള്ള കുട്ടികളുടെ മാത്രമേ എന്താണ് ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു എന്താണ് സെർട്ടൈൻ കണ്ടീഷൻ്റെ ബേസിലാണ് പുതിയ വേരിയബിൾ കമ്പ്യൂട്ട് ചെയ്താക്കുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ട് ന്യൂ വേരിയബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ വായിച്ച് നോക്കാം കേട്ടോ.